എവരിവൺ, ഞാൻ ഗൗരി നന്ദ. എജു ബൈ ഗൗരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മുടെ ചാനലിലെ ചാന്ദ്രദിന ക്വിസ് 2026 ബന്ധപ്പെട്ട് സെക്കൻഡ് പാർട്ട് ആണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് കൂടുതൽ ചോദ്യോത്തരങ്ങൾ ഇന്ന് ഉണ്ടായിരിക്കും. പിന്നെ ഇന്ന് നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. കാരണം ഇന്ന് 14/7/2026 നാസ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യത്തിൽ മലയാളിയായ ഡോക്ടർ അനിൽ മേനോനും പങ്കാളിയായിട്ടുണ്ട്. അപ്പോൾ ഓരോ അറിവും ചെറുതല്ല എന്ന് ഓർത്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ആര്? യൂറി ഗഗാറിൻ. യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം ഏത്? വോസ്റ്റോക്ക് 1. യൂറി ഗഗാറിൻ ഭൂമിയെ ഒരു തവണ ചുറ്റാൻ എടുത്ത സമയം എത്ര? 108 മിനിറ്റ്. ISROയുടെ നിലവിലെ ചെയർമാൻ ആര്? വി നാരായണൻ. ബഹിരാകാശത്ത് പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി? ജോൺ ഗ്ലെൻ. അമേരിക്കക്കാരനായ ജോൺ ഗ്ലെന്നിന് 77 വയസ്സായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര്? സന്തോഷ് ജോർജ് കുളങ്ങര. ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈലുകളുടെ പിതാവ് ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആത്മകഥ ഏതാണ്? അഗ്നിച്ചിറകുകൾ. ബഹിരാകാശ ദിനം എന്ന്? ഏപ്രിൽ 12. ഇൻജന്യൂറ്റി ഹെലികോപ്റ്റർ ഇറങ്ങിയ ആകാശഗോളം? ചൊവ്വ. ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി? അലക്സി ലിയനോവ്. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജർ ആര്? കൽപ്പന ചൗള. 1997 കൽപ്പന ചൗള ബഹിരാകാശ യാത്ര നടത്തിയത്. ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ? സുനിത വില്യംസ്. 2006 സുനിത വില്യംസ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത്. ബഹിരാകാശത്തെത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ? ശിരിഷ ബാൻഡ്ല. 2021 ശിരിഷ ബാൻഡ്ല ബഹിരാകാശ യാത്ര നടത്തിയത്. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ വിളിക്കുന്ന പേര് എന്താണ്? സൂപ്പർനോവ. രാകേഷ് ശർമ്മയെ ബഹിരാകാശത്തെത്തിച്ച വാഹനം ഏത്? സോയൂസ് T-11. ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആര്? സുനിത വില്യംസ്. ബഹിരാകാശത്ത് ഏറ്റവും അധികം നാൾ കഴിഞ്ഞ ഇന്ത്യൻ വംശജ ആര്? സുനിത വില്യംസ്. 608 ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത്.
സൗരയൂഥത്തിന്റെ കേന്ദ്രബിന്ദു എന്താണ്? സൂര്യൻ. വലിയ കറുത്ത അടയാളം കാണപ്പെടുന്ന ഗ്രഹം ഏത്? നെപ്റ്റ്യൂൺ. അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ നിലയം ഏതാണ്? സ്കൈലാബ്. ടൈറ്റാനിയ ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? യുറാനസ്. ബഹിരാകാശ വാഹനങ്ങളിൽ വളർത്തുന്ന സസ്യം എന്താണ്? ക്ലോറല്ല. നാസയുടെ ബഹിരാകാശ യാത്രികർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആസ്ട്രോനട്ട്. ISROയുടെ ബഹിരാകാശ യാത്രികർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗഗൻനട്ട്. ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവി ഏതാണ്? ലൈക്ക എന്ന നായ. സ്പുട്നിക് 2 ലൈക്ക ബഹിരാകാശത്ത് എത്തിയത്. വാൽ നക്ഷത്രത്തിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ ദൗത്യം ഏതാണ്? ഡീപ് ഇമ്പാക്റ്റ്. സൗരയൂഥത്തിലെ ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാണ്? ശുക്രൻ. പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആരാണ്? യൂറി ഗഗാറിൻ. ലോകത്തിലെ ആദ്യത്തെ കാലാവസ്ഥ ഉപഗ്രഹം ഏതാണ്? ട്രിറോസ് 1. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏത്? ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? ബുധൻ. സൗരയൂഥത്തിലെ ഏറ്റവും വേഗതയേറിയ ഗ്രഹം ഏതാണ്? ബുധൻ. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ വാഹനം ഏതാണ്? SLV-3. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? രോഹിണി 1. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ആര്യഭട്ട 1975 റഷ്യയിലെ കബോസ്റ്ററിൽ വെച്ചാണ് വിക്ഷേപിച്ചത്. നേരത്തെ ചോദ്യവും ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്? ഫോബോസ്. ഫോബോസ് ചൊവ്വയുടെ ഉപഗ്രഹമാണ്. സൗരയൂഥത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത്? ഭൂമി. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്നത്? ടൈറ്റാൻ. ടൈറ്റാൻ ശനിയുടെ ഉപഗ്രഹമാണ്.
സൗരയൂഥത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതം ഏത്? ഒളിമ്പസ് മോൺസ്. ആകാശഗോളങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ജ്യോതിശാസ്ത്രം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹം ഏത്? നെപ്റ്റ്യൂൺ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ശുക്രൻ. ചാന്ദ്രയാൻ 2 ലാൻഡറിൻ്റെ പേര് എന്താണ്? വിക്രം. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗാലക്സി ഏതാണ്? ആൻഡ്രോയിഡ്. യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ എന്നത് ആരുടെ കൃതിയാണ്? സ്റ്റീഫൻ ഹോക്കിൻസ്. കുള്ളൻ ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? പ്ലൂട്ടോ. ഏത് റോമൻ യുദ്ധദേവന്റെ പേരിലാണ് ചൊവ്വ ഗ്രഹം അറിയപ്പെടുന്നത്? മാർസ്. ചൊവ്വ ഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഫോബോസ്, ഡൈമോസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റുകളും അറിയിക്കണേ. ഈ വീഡിയോയുടെ തുടർഭാഗം അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.